എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് പപ്പായ വെച്ച് അടിപൊളി ഒരു എരിശ്ശേരി ഉണ്ടാക്കാം. അതിനായി നമ്മൾ വൻപയറാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ കുക്കറിലിട്ട് ഒരു 2 വിസിൽ അടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തു. അതിലേക്ക് ചെറുതായി അരിഞ്ഞ പപ്പായ കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്കറിൽ 2 വിസിൽ അടിക്കുന്നത് വരെ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ അരപ്പ് നമുക്കുണ്ടാക്കാം. നമ്മൾ ചെറിയ തേങ്ങ, ചെറിയ ഉള്ളി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, ലേശം മഞ്ഞൾപ്പൊടി ഇവ നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പപ്പായയും പയറും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കണം. അരപ്പ് ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് താളിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി പപ്പായ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പപ്പായ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അരപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്ന് തിളച്ച് അരപ്പിൻ്റെ പച്ചയൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് താളിക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് നമുക്ക് താളിച്ചൊഴിക്കാം. നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങുന്ന പച്ചക്കറികൾ വിവിധതരം കീടനാശിനികളും മറ്റും ചേർന്നതാണ്. നമ്മുടെ വീട്ടുവളപ്പിലുണ്ടാകുന്ന ഇതേപോലെ വിഷരഹിതമായ പച്ചക്കറികളും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ചക്ക, മാങ്ങ, പപ്പായ ഇതൊക്കെ നമ്മൾ സീസൺ അനുസരിച്ച് ഉപയോഗപ്പെടുത്തണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.